ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്, ഡിന്നറായിട്ട്, അതുപോലെ ടിഫിനിൽ കൊടുത്തു വിടാനൊക്കെ പറ്റുന്ന നല്ലൊരു ഐറ്റംസാണ്. ഇത് നമ്മൾ ചെയ്യുന്ന നൂഡിൽസ് വെച്ചിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. നമ്മൾ മൈദയൊന്നും യൂസ് ചെയ്യാണ്ടാണ് നമ്മൾ ഈ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. വെജിറ്റബിൾസ് നൂഡിൽസൊക്കെ ചേർന്നിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കേക്കാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 3 കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ 150 ഗ്രാം നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. അതിന് 3 മുട്ട കറക്റ്റാണ് കേട്ടോ. നൂഡിൽസിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ മുട്ടൻ്റെ അളവ് കൂട്ടുക. ഇനി ഒരു ഉള്ളി, ഒരു ക്യാരറ്റ്, ഒരു ചെറിയൊരു ക്യാപ്സിക്കം, ഒരു തക്കാളിയും കൂടെ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇട്ടുകൊടുക്കുക. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി കേട്ടോ. ഈ വെജിറ്റബിൾസും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് നൂഡിൽസിൽ ഇട്ട് കൊടുക്കുന്ന ആ ഒരു സ്പൈസസ് തന്നെയാണ് ഇതിൽ ചേർക്കുന്നത്. ആ ഒരു പാക്കറ്റിൽ വരുന്നത് തന്നെയാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെഗറ്റി വെച്ചിട്ട് പാസ്ത വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നമ്മൾ മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ട് കൊടുത്താൽ മതി. സ്പൈസസൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ അളവിൽ മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും. അപ്പോൾ ഞാൻ ആ ഒരു 2 നൂഡിൽസിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുള്ളത്. അതിലുള്ള ആ ഒരു സീസണിങ് ഓയിലും അതിലത്തെ ഒരു സ്പൈസസ് മാത്രമാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ സ്പെഗറ്റിയൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ 1 ടേബിൾ സ്പൂണെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഇതിൽ ചേർക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇത് ചിക്കനൊക്കെ ചേർക്കേണ്ടവർക്ക് ചിക്കനൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഉണ്ടാവില്ല, നമ്മൾ വെജിറ്റബിളും മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ. അപ്പോൾ കുറച്ച് എക്സ്ട്രാ ഉപ്പും കൂടെ നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നല്ല നമ്മൾ ഫുൾ ഫാറ്റ് ആയിട്ടുള്ള പാൽ തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കട്ടിയുള്ള പാൽ തന്നെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് സമയം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നൂഡിൽസ് ചേർക്കുന്നത്. ഇത് നമ്മൾ ആദ്യം ഒന്ന് വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസാണ്. ഒന്ന് ബോയിൽ ചെയ്തിട്ട് നമ്മൾ വെള്ളം ഊറ്റി കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. ആ നൂഡിൽസും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നൂഡിൽസ് വേവിച്ചപ്പോൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുരുമുളക് പൊടി നല്ല എരിവൊക്കെ വേണമെന്നുള്ളവർക്ക് നന്നായിട്ട് തന്നെ ചേർക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഞാൻ ചേർക്കുന്നുണ്ട്. കോൺഫ്ലോർ മുട്ട അടിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ ലാസ്റ്റ് ചേർത്താലും മതി. അപ്പോൾ 2.5 ടേബിൾ സ്പൂണാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മൈദ അല്ല കേട്ടോ, കോൺഫ്ലോറാണ്. കോൺഫ്ലോറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് പാഴ്സലി ലീവ്സാണ്. ഈ പാഴ്സലി ഇലൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മല്ലിയില ചേർത്താൽ മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പാഴ്സലി ലീവ്സും കൂടെ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയിലൻ്റെ ടേസ്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നും കൂടെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റൗവിലാണ് ചെയ്യുന്നത്. ഒരു പാത്രം നേരത്തെ തന്നെ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു കേക്ക് ടിന്നിലേക്ക് ഈ മിക്സ് നമ്മൾ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ ഏത് പാത്രത്തിലാണോ ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഒരു ഭാഗം കുറച്ച് കട്ടിയായി അങ്ങനെ ആയി വരും. അതുകൊണ്ടൊന്ന് നിരത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസ് നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ അങ്ങോട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. ചീസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. ചെഡർ ചീസായാലും കുഴപ്പമൊന്നുമില്ല, മൊസറോള ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളെടുത്തുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതും കൂടെ ഇട്ടിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാനൊരു പാത്രത്തിലൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾക്കാണ് നമ്മൾ ഈ ഒരു നൂഡിൽസ് മിക്സിൻ്റെ ആ ഒരു പാത്രം വെച്ച് കൊടുക്കുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് നമ്മളൊരു 30-35 മിനിറ്റ് വേവിച്ചെടുക്കുക. ഒരു 30 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ചും കൂടെ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 5 മിനിറ്റും കൂടെ എക്സ്ട്രാ കൊടുത്താൽ മതി. മൈദയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടുന്നുണ്ട്. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു ഇത് ബേക്കായതിന് ശേഷം കാണിക്കാം കേട്ടോ. നമുക്ക് അടിച്ച് വെച്ചിട്ട് അത്രയും ടൈം ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ തുറന്ന് നോക്കരുത് കേട്ടോ.
ഒരു 30 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ് ആയതിന് ശേഷം മാത്രം തുറന്നിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ തുറന്നിട്ടൊന്ന് ഒരു ടൂത്ത് പിക്കോ സ്ക്യൂവറോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. അപ്പോൾ അത് ക്ലീനായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ബേക്കായിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കിത് ചൂടാറിയതിന് ശേഷം ഈ ഒരു ടിന്നിന്നത് നമുക്ക് റീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാനിവിടെ ഒരു ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ ആണെങ്കിൽ ആ ചീസ് നന്നായിട്ട് വലിഞ്ഞ് കിട്ടും കേട്ടോ. നമ്മൾ ചൂടോട് കൂടി കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചീസ് വലിയും. പക്ഷേ ഞാനിവിടെ കുറച്ച് തണുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മുടെ ചീസ് കുറച്ച് എന്താ പറയുക തണുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.